അപ്പൊ ശ്രീനേട്ടന്റെ എപ്പോഴത്തെയും ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ അഭിനയിക്കാൻ ഏതെങ്കിലും ഒരു സിനിമയിൽ വിളിച്ചു കഴിഞ്ഞാൽ ആ വിളിക്കുന്ന ആളുകൾക്ക് ഒരു ഉദ്ദേശമുണ്ട്. കാരണം ശ്രീനേട്ടൻ വന്ന ശ്രീനേട്ടനെ കൊണ്ട് ആ തിരക്കഥയിൽ ഒന്ന് കൈവെപ്പിക്കും. അദ്ദേഹത്തിന്റെ ചില തൊടലും തലോടലും ഒക്കെ ആ സ്ക്രിപ്റ്റിന് വേണമെന്ന് പറയും. ചില സിനിമകൾ അങ്ങനെ ചെറിയ പോളിഷിംഗ് പരിപാടികൾക്ക് വേണ്ടി പോയിരുന്നിട്ട് അവസാനം അത് മൊത്തം എഴുതേണ്ട അവസ്ഥയൊക്കെ അദ്ദേഹത്തിന് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇതിന്റെ കഥ ഒരു സംസാരിച്ചു, കഥയും ഇതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണയായി സിനിമ ഷൂട്ടിങ്ങിന് വരികയാണ്. അപ്പൊ പുള്ളി പിന്നെ വരുമ്പോ എഴുതി കൊണ്ടുവന്നോളാം, ഓൺലൈനൊക്കെ എഴുതി കൊണ്ടുവന്നോളാം എന്നാണ് പറയുന്നത്. അപ്പൊ തലേ ദിവസം അദ്ദേഹം വരാൻ വേണ്ടി ഞങ്ങൾ അസിസ്റ്റൻസ് എല്ലാവരും തയ്യാറായിട്ടിരിക്കുകയാണ്. അപ്പം കഥ പറഞ്ഞിട്ടുള്ള ഒരു ഓർമ്മയിൽ സെറ്റ് വർക്കുകൾ കാര്യങ്ങൾ അതൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ശ്രീനേട്ടൻ എൻ്റെ ഓർമ്മ ഒരു കൊച്ചു ഭൂമി കുലുക്കം എന്ന് പറഞ്ഞൊരു സിനിമയിലായിരുന്നു അതിനു മുമ്പ്. ആ സിനിമയിൽ അദ്ദേഹത്തിന് തിരക്കഥയിൽ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് അതിന്റെ എഴുത്തും കാര്യങ്ങളിലൊക്കെ ആ റൈറ്ററുമായിട്ട് കൂടെ ഇരിക്കുകയും ഡിസ്കഷൻസിൽ പങ്കെടുക്കുകയും ഈ സിനിമ ഷൂട്ടിംഗ് നടക്കുന്നതിനിടയിൽ തന്നെ അതിന്റെ ഡിസ്കഷൻസിന് ഇരിക്കേണ്ടി വന്നു. അപ്പൊ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്താണ് ശരിക്കും ചമ്പക്കുളം തച്ചന്റെ സ്ക്രിപ്റ്റ് അദ്ദേഹം എഴുതാൻ തീരുമാനിച്ചിരുന്നത്. ആ സിനിമയിൽ പൂർണ്ണമായും ഇൻവോൾവ് ചെയ്തിട്ട് അദ്ദേഹം പിന്നെ ഈ ചമ്പക്കുളം തച്ചന് വരുമ്പോൾ ഞങ്ങൾ അസിസ്റ്റൻസും കമൽ സാറും സ്ക്രിപ്റ്റ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്ത് അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം കമൽ സാറിനോട് ചോദിച്ചു, അല്ല കമൽ എന്താ നമ്മുടെ കഥ എന്ന് പറ. പുള്ളി ആ കഥ തന്നെ മറന്നു പോയിരിക്കുന്നു. പിറ്റേ ദിവസം സിനിമ ഷൂട്ടിംഗ് തുടങ്ങും.